ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളെ തയ്യൽ മെഷീൻ്റെ ടെൻഷൻ മാറ്റുന്നത്, അതേപോലെ തന്നെ ടെൻഷൻ്റെ സ്പ്രിങ് നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് അത് നന്നാക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തയ്യൽ മെഷീൻ്റെ ടെൻഷൻ്റെ ബാക്കിലായിട്ടൊരു സ്ക്രൂ ഉണ്ടാവും. അതിപ്പോൾ സിംഗിൾ മെഷീനാണെങ്കിലും ഡബിൾ മെഷീനാണെങ്കിലും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. നമ്മളത് ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് ലൂസാക്കുക. അപ്പോൾ അതിൻ്റെ ആ ടെൻഷൻ നമുക്ക് കയ്യിലേക്ക് ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഊരിയെടുത്ത ടെൻഷനാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിന് കണ്ടില്ല, സ്പ്രിങ് ഇല്ല, സ്പ്രിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ടെൻഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞി സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ടെസ്റ്ററോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ചെറുതായിട്ട് ലൂസാക്കുക. അതിനെ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെൻഷൻ്റെ മൊത്തത്തിലുള്ള പാർട്സ് ഊരാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അടുത്തതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ക്ലാമ്പ് നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പതുക്കെ ഇതേപോലെ ലൂസാക്കിയിട്ട് ഊരുക. തൊട്ട താഴെ വരുന്ന ഒരു സ്പ്രിങ്ങാണ്, നമ്മളെ ടൈറ്റ് ആവുന്ന സ്പ്രിങ്ങാണ്. ആ സ്പ്രിങ് ഊരി വെക്കുക. പിന്നെ വരുന്നത് നമുക്ക് സ്പ്രിങ്ങിൻ്റെ ടൈറ്റ് ആക്കുന്ന ഒരു പ്ലേറ്റാണ്. അത് കഴിഞ്ഞിട്ട് നൂല് അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന 2 പ്ലേറ്റുകളാണ്. അപ്പോൾ ഈ പ്ലേറ്റുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നൂല് കയറി വരുന്ന 2 പ്ലേറ്റിൽ എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മളെ മെഷീൻ്റെ നൂല് പൊട്ടാനും അതുപോലെ തന്നെ നൂല് കയറി വരുന്ന നൂല് ഡീലാവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഊരുന്ന അതിൻ്റെ ഒരു ക്ലാമ്പാണ്. അത് നമ്മൾ ആദ്യം തന്നെ ആ സ്ക്രൂ ലൂസാക്കിയിരുന്നു. ആ ബാക്കിലുള്ള ആ കുഞ്ഞ് സ്ക്രൂവിൻ്റെലാണ് അത് ടൈറ്റ് ആകുന്നത്. ഇനി ഇതാണ് നമ്മളെ സ്പ്രിങ് നമ്മൾ ഇട്ടാൻ പോകുന്നത്. ഈ സ്പ്രിങ് മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ടെൻഷൻ മാറ്റുന്നതിൻ്റെ അത്ര പൈസ അല്ല ഒരു സ്പ്രിങ് മാറ്റാൻ. സാധാരണ എല്ലാവരും ടെൻഷനാണ് മാറ്റാറ്. അപ്പോൾ നമുക്ക് ടെൻഷൻ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ ഈ സ്പ്രിങ് ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കിട്ടും. അത് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് സ്പ്രിങ് മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്പ്രിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം നമ്മൾ ഈ ടെൻഷൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് പതുക്കെ അതിനെ ഇറക്കി വെക്കുക. ഇപ്പോൾ സ്പ്രിങ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്പ്രിങ്ങിന് ടൈറ്റ് ഇല്ല. ആ ടൈറ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലാമ്പിൽ വരുന്ന സ്പ്രിങ്ങിൻ്റെ ഈ ക്ലാമ്പിൽ വരുന്ന ഈ കട്ട് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഒരു കട്ട് കണ്ടോ? ആ കട്ടിൻ്റെ ഒരു സൈഡാണ് നമ്മളെ സ്പ്രിങ്ങിൻ്റെ ഒരു സൈഡിലേക്ക് കുടുങ്ങേണ്ടത്. അത് കുടുങ്ങിയാൽ മാത്രമേ അത് ടൈറ്റ് ആവുള്ളൂ. ചിലപ്പോൾ നിങ്ങളെ മെഷീനിലൊക്കെ സ്പ്രിങ് ഇങ്ങനെ ലൂസായി കിടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ സ്പ്രിങ്ങിൻ്റെ ഒരു വശം പുറത്തേക്ക്, ഒരു വശം ഉള്ളിലേക്കുമാണ്. ആ ഉള്ളിലുള്ള വശവും ഈ ക്ലാമ്പിൻ്റെ കട്ടിങ്ങുള്ള വശവും കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് കണ്ടോ. ഇപ്പോൾ ഞാൻ ആ ക്ലാമ്പ് ഇളക്കുമ്പോൾ കണ്ടോ സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത്. കാരണം അത് അതിൽ കറക്റ്റ് കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ലൂസാക്കി ആ സ്ക്രൂവിനെ പതുക്കെ ടൈറ്റാക്കുക. ഇപ്പോൾ ആ ക്ലാമ്പ് നല്ല ടൈറ്റായിട്ടുണ്ടാവും. എന്നിട്ടാണ് ഈ ക്ലാമ്പിലാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുടുക്കി വെക്കുന്നത്. അപ്പോൾ ഈ ക്ലാമ്പിൻ്റെ സ്ക്രൂ ആണ് ഇത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് നല്ല ടൈറ്റാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൈറ്റ് ആയിട്ടില്ലെങ്കിൽ ആണ് ഈ സ്പ്രിങ് ലൂസാകുക. അതുപോലെ തന്നെ സ്പ്രിങ് കറക്റ്റ് ആക്ഷൻ കിട്ടാതെ വരിക. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് പ്രയാസപ്പെട്ടാലും നല്ല വൃത്തിക്ക് തന്നെ ടൈറ്റ് ആക്കണം. അതിപ്പോൾ നിങ്ങളടുത്ത് ചിലപ്പോൾ അത് തെന്നി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. എന്നാൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നല്ല അമർത്തി ചെയ്താൽ മതി. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഊരിയെടുത്ത നമ്മളെ നൂല് കയറി വരുന്ന പ്ലേറ്റാണിത്. അപ്പോൾ പ്ലേറ്റ് രണ്ടും 2 വശത്തേക്കാണ് തിരിച്ചിടുക. നിങ്ങൾ ആരെങ്കിലും ഊരിയിട്ട് ഒന്നില്ലെങ്കിൽ ഒരുപോലെ അടുക്കി വെക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം ഇത് ടൈറ്റ് ആക്കുക. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ പ്ലേറ്റ് ഇടുന്നു. അതിൻ്റെ ശേഷം തൊട്ടടുത്ത പ്ലേറ്റും കൂടി നമ്മൾ ഇടുന്നു. ഈ 2 പ്ലേറ്റിൻ്റെ ഇടയിലൂടെയാണ് നമുക്ക് നൂല് കയറി വരേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പ്രിങ്ങിനെ ജാമാക്കി നിർത്താനുള്ള ഒരു പ്ലേറ്റാണ് ഇത്. ഈ പ്ലേറ്റ് വെച്ചതിൻ്റെ ശേഷം ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ഇടാൻ പാടില്ല, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ സ്പ്രിങ് കഴിയുമ്പോൾ തടഞ്ഞ് നിൽക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് ഇട്ട പോലെ ആണെങ്കിൽ അത് തടഞ്ഞ് നിൽക്കില്ല. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റ് ഊരിയെടുത്ത ഈ ക്ലാമ്പും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ സ്പ്രിങ് ചേഞ്ചിങ് കഴിഞ്ഞ്. കണ്ടോ, സ്പ്രിങ് ഇപ്പോൾ കണ്ടോ മേലോട്ട് വലിച്ച് താഴോട്ട് വിടുമ്പോൾ കറക്റ്റ് അത് ആക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ആക്ഷനാണ് നമ്മളെ നൂലിനെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.